ഞാൻ ക്ലോസ് ചെയ്തോളാം. ഓക്കെ, ഡീഫോൾട്ട് ഇതുപോലെ കോഡ് ഉണ്ടാവുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പറയും. പിന്നെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യും. തൊട്ട് താഴെയായിട്ടൊരു കോഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ മെയിന് പകരം ഇതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എറർ വരും. എന്താണ് കാണിച്ചു തരാം. എന്താ സെയിം ഫയൽ ആയിരിക്കണം വേണ്ടതെന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എറർ വരുന്നുണ്ടോ? ക്ലാസ് സെക്കൻഡ്, കാരണം സെക്കൻഡ് ഉള്ള ക്ലാസ് ആണുള്ളത്. സെക്കൻഡ് ഈസ് പബ്ലിക് ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ഫയൽ നെയിം സെക്കൻഡ് ഡോട്ട് ജാവ. ഇതുപോലെ ഫയലിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് എറർ വരിക. അപ്പോൾ എന്ത് ചെയ്യാം, സെയിം കോഡ് നമുക്ക് എടുക്കാം, ഇത് നോക്കാം. ഒരു കണ്ടില്ല ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, റൺ ബട്ടൺ തൊട്ടിപ്പുറത്ത് ഒരു ഐക്കൺ ഉണ്ട്, ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡ് ഡോട്ട് ജാവ, സെക്കൻഡ് ഡോട്ട് ജാവ ഓക്കെ കൊടുക്കാം. ആ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇത് റൺ ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, ഇതിനെ ഒന്ന് ഇൻഹെറിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സെക്കൻഡ് ക്ലാസ്സിന് മെയിൻ ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്ത് നോക്കാം. ഹലോ ഡിസ്പ്ലേ നോക്കാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ഇതുപോലെ എന്താ ന്യൂ ഡിസ്പ്ലേ. ഹലോ വന്നിട്ടുണ്ട്. മെയിൻ ക്ലാസ്സിനകത്താക്കണം, കാരണം ഫസ്റ്റ് റൺ ആവുക മെയിൻ ക്ലാസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മെയിൻ ക്ലാസ്സിനകത്ത് വെക്കേണ്ടത്. എന്ത് ചെയ്യുക, ഇത് കൊടുത്ത ഹലോ ഡിസ്പ്ലേ രണ്ടും വന്നിട്ടുണ്ട്. ഇൻഹെറിറ്റ് ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം. ഇവിടെ എക്സ്റ്റെൻഡ് കീബോർഡ് യൂസ് ചെയ്യാം. സെക്കൻഡ് കണ്ടില്ലേ, ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കൂടുതൽ ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, സെയിം ഇതുപോലെ തന്നെയാണ് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫയൽ നെയിം കൊടുക്കുക. ഹലോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഹലോ ഡോട്ട് ജാവ എന്നുള്ള ക്ലാസ്സാണ്, ഹലോ എന്നുള്ള ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കാം. സെയിം ഹലോ എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഹലോ സെറ്റ് ചെയ്തു പോകും. ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഓൺലൈൻ GDB നമുക്കൊരു മൾട്ടിപ്പിൾ ജാവ ക്ലാസ്സസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജാവ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. കൂടുതൽ ബുക്സിൻ്റെ കൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ID തന്നെ വേണം നിർബന്ധമില്ല. എന്ത് ചെയ്യുക, ഇതുപോലെ ഓൺലൈൻ കമ്പൈലേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം.